നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിലുള്ളതാണ് ഈ കസവ് സെറ്റ് സാരിയൊക്കെ അല്ലേ. അതുപോലെ തന്നെ കസവും മുണ്ടുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയതുപോലെ ഇരിക്കാനായിട്ട് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ യൂസ് ചെയ്യാനായിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണിത്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സെറ്റ് സാരിയും അതുപോലെ ഈ കസവും മുണ്ടും ഒക്കെ നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ തുണി അലക്കുന്ന പോലെ സോപ്പൊക്കെ തേച്ച് കല്ലിലിട്ട് തല്ലിയൊന്നുമല്ല അലക്കേണ്ടത്. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഷാമ്പു ചേർത്ത് കൊടുക്കാം. ഈ കസവ് സാരിയൊക്കെ നന്നായി ഈട് നിൽക്കാനും അതുപോലെ തന്നെ ചെളിയും അഴുക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഷാമ്പു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള വേണ്ടാത്ത ഏതെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ ചപ്പത്തിയുടെ പോലൊക്കെ പഴയതുണ്ടെങ്കിൽ യൂസ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടുവെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീര് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ആ കസവ് മുണ്ടാണൊന്ന് മുക്കി വെക്കുന്നത്. നല്ല പോലെ തന്നെ മുണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം നന്നായി പിടിക്കുന്ന രീതിയിൽ വേണം മുക്കി വെക്കാനായിട്ട്. ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെയൊന്ന് മുക്കി വെക്കണം. അപ്പോഴേക്കും ഇതിലെ അഴുക്കൊക്കെ ഇളകി നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കറയോ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അലമാരിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കസവും മുണ്ടൊക്കെ ആണെങ്കിലും 2-3 മാസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ വാഷ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് ഇരുന്നാണെങ്കിലും അതിൽ കറയൊക്കെ പറ്റാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ ഈ കസവും മുണ്ടും സാരിയും ഏകദേശം ഒരു 13-15 വർഷത്തോളമൊക്കെ പഴക്കമുള്ളതാണ്. സാരിക്ക് 15 വർഷം പഴക്കമുണ്ട്. അതുപോലെ തന്നെ മുണ്ടിന് ഒരു 13 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ കസവൊക്കെ ഒട്ടും തന്നെ നിറം മങ്ങാതെ നല്ല പുതിയതുപോലെ ഇരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ കസവ് സാരി കൂടി ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. കസവ് സാരിയും ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അതേ വെള്ളത്തിൽ തന്നെയാണ് മുക്കി വെക്കുന്നത്. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നാരങ്ങാ നീരുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാരിയിലും എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 15 മിനിറ്റിന് ശേഷം നമുക്ക് സാരിയും മുൻപ് മുണ്ട് കഴുകിയെടുത്തതുപോലെ തന്നെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെയുള്ള കസവ് സാരികളൊക്കെ വാഷ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഇതൊട്ടും തന്നെ പഴകാതെ പുതിയതായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് നല്ല വെള്ളത്തിൽ 3-4 തവണയൊന്ന് കഴുകിയെടുക്കണം. സാരിയും നമ്മുടെ കസവും മുണ്ടും നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും സാരികളൊന്നും തല്ലി അലക്കുകയോ അല്ലെങ്കിൽ കുത്തിപ്പിഴിയുകയോ ഒന്നും ചെയ്യരുത്. കുത്തിപ്പിഴിയുക എന്ന് പറഞ്ഞാൽ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ കുത്തുന്നത് കാണാം ചില ആൾക്കാരൊക്കെ. അങ്ങനെയൊന്നും നമ്മൾ സാരി അലക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കസവ് സാരികളൊക്കെ കല്ലിലൊക്കെ തട്ടുമ്പോൾ ഇതിൻ്റെ കസവൊക്കെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കഴുകുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കഴുകുന്നത്. അതുപോലെ പിഴിയുന്ന സമയത്ത് ഒരുപാട് ശക്തി എടുത്ത് പിഴിയാനും പാടില്ല. ഇപ്പോൾ നമ്മൾ മുണ്ടും കസവ് സാരിയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ തേയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ തേയില നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേയില വെള്ളം നമ്മുടെ ചായ വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മുടെ കസവ് സാരിയുടെ കസവും അതുപോലെ മുണ്ടിൻ്റെ കസവും ഒക്കെ ഒട്ടും തന്നെ നിറം മങ്ങാതെ നല്ല പുതിയതുപോലെ ഇരിക്കാനായിട്ടാണ്. എല്ലാവർക്കും അറിയാം കസവ് സാരിയുടെ കസവിൻ്റെയൊക്കെ നിറം കുറേ കാലം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മങ്ങും. അത് നമ്മൾ സ്ഥിരമായിട്ട് വാഷ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ്. അങ്ങനെ മങ്ങാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ തേയിലപ്പൊടി ഇട്ട് അത് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് റിവൈവ് ആണ്. അതായത് നമ്മുടെ സ്റ്റിഫാൻ ഷൈൻ ഒക്കെ പോലെയുള്ള ഒരു ലിക്വിഡാണിത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റിഫാൻ ഷൈൻ ആണെങ്കിലും മതി. അതില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിലും മതി. കഞ്ഞിവെള്ളം ഒട്ടും തന്നെ അതിൻ്റെ പാടയോ അങ്ങനെയുള്ള പൊടികളൊന്നും ഇല്ലാതെ നല്ലപോലെ അരിച്ചെടുത്ത് വൃത്തിയുള്ള കഞ്ഞിവെള്ളമായിരിക്കണം. ഇനി നമ്മൾ ഈ ഒരു 1/2 അടപ്പ് ഈ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട് റിവൈവിൻ്റെ. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുൻപ് തിളപ്പിച്ച് വെച്ച ആ ചായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും പെട്ടെന്നൊരു സംശയം ഉണ്ടാകാം, ചായ വീണാൽ അത് കറയല്ലേ എന്ന്. ഒട്ടുമല്ല,
നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ, അതുപോലെ ഈ സ്റ്റിഫാൻ ഷേനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഞ്ഞിവെള്ളത്തിലൊക്കെ നമ്മൾ ഈ ഒരു റിവൈവിൻ്റെ ലിക്വിഡ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കറയായിട്ട് തുണിയിൽ പിടിക്കില്ല. മറിച്ച് ഇത് നമ്മുടെ ആ തുണിയുടെ കസവിൻ്റെ നിറമൊക്കെ നല്ലപോലെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ കസവ് സാരിയൊക്കെ മുക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് മുൻപ് ചെയ്തതുപോലെ തന്നെ കസവ് സാരിയും മുണ്ടും ഒക്കെ ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം തിരിച്ചും മറിച്ചുവിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തുണിക്ക് നല്ല ഒരു ഈട് കിട്ടാനും അതുപോലെ തന്നെ തുണിയുടെ നിറം മങ്ങാതിരിക്കാനും ഈ കസവിൻ്റെയൊക്കെ നിറം മങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു 3-4 മാസം കൂടുമ്പോഴേക്കും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഉണക്കി തേച്ച് മടക്കി അലമാരിയിൽ വെച്ചാൽ മതിയാകും. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാരി ഒട്ടും തന്നെ പുതുമ നഷ്ടപ്പെടാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ മുണ്ടാണ് മുക്കിയെടുത്തത്. ഇനി രണ്ടാമത് ഈ ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ നമ്മുടെ കസവ് സാരി കൂടി അതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. 2 മിനിറ്റ് നേരം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഈ ഒരു ഗോൾഡൻ കസവിലേക്കൊക്കെ ആ വെള്ളം നന്നായിട്ട് എത്തുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഈ തേയില വെള്ളം ഈ തുണിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി തേയില വെള്ളം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല കടുപ്പത്തിലാണ് ആ തേയില വെള്ളം ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരുപാട് ബലം പ്രയോഗിച്ച് പിഴിയരുത്. മുൻപ് പറഞ്ഞ പോലെ ഒന്നാമത് തുണി ചുളുങ്ങിപ്പോകും ഒരുപാട് നമ്മൾ പിഴിഞ്ഞെടുത്താൽ. പിന്നെ നമുക്ക് തുണിക്ക് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ബലം പ്രയോഗിച്ച് പിഴിയാതെ ഒരു മിനിമം രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പം നല്ലപോലെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെയിലുള്ളിടത്തൊന്നുമല്ല ഇട്ടിരിക്കുന്നത്, ചെറിയ രീതിയിൽ വെയിലടിച്ച് ഉണങ്ങിയാൽ മതി. ഒരുപാട് വെയിലുള്ളിടത്തൊക്കെ ഇട്ടാലും ഈ കസവിൻ്റെയൊക്കെ നിറം മങ്ങാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ചെറിയ വെയിലെടുത്തിട്ട് ഉണങ്ങിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അയൺ ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. അയൺ ചെയ്യുമ്പോൾ ഈ കസവിലൊന്നും അയൺ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ കസവ് സാരിയും മുണ്ടും ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഈ കസവിൻ്റെ ഒന്നും പുതുമ നഷ്ടപ്പെടാതെയും നിറം നഷ്ടപ്പെടാതെയും ഒക്കെ നമുക്ക് ഈ കസവ് സാരി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒട്ടും പഴകുകയില്ല. ഈ ഒരു സാരി 15 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോഴും ഇതിൻ്റെ കസവിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ മുണ്ടും സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുത്ത് വയ്ക്കുക. ഒട്ടും തന്നെ പുതുമ നഷ്ടപ്പെടാതെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.